ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ എല്ലാവരും പറയുന്ന പോലെ വെറുപ്പിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്. അത് മക്കളെല്ലാവർക്കും ഉണ്ടാകും, അത് സ്വാഭാവികം തന്നെയാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഏതിനും എനിക്ക് ദേഷ്യം. ആരോടൊന്നുമില്ല, എന്തെന്നൊന്നുമില്ല. വീട്ടിലെ പണികൾ തീരുന്നില്ല. എപ്പോഴും മനസ്സിൻ്റെ അകത്തൊരു ഉത്കണ്ഠയായിരിക്കും. നമ്മളെന്ത് ക്ലീൻ ചെയ്ത് വെച്ചാലും ഓർക്കും, ഇത് പോരാ, ഇനിയും ചെയ്യണം, തീരുന്നില്ലല്ലോ എന്നോർത്തിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ തന്നെ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നതോടെ വരെ ടെൻഷനായിരിക്കും. മാക്സിമം അതിൽ നിന്ന് ഒഴിയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞ്, ഞാൻ ചായ കാച്ചുമ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു വണ്ടിയൊന്ന് തുടയ്ക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വണ്ടി തുടയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതേക്ക് എന്തോ തലയൊക്കെ എന്തോ പോലെ ഇരുന്നിട്ട് ഞാൻ തലയൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണ്. പിന്നെ അതിലുപരി ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എന്താ, നമ്മളെ കളിയാക്കുന്നവർക്ക് എല്ലാവർക്കും കളിയാക്കാം. പക്ഷേ നമ്മുടെ വില നമുക്ക് മാത്രമേ അറിയൂ. നമ്മുടെ ചുറ്റിനുള്ള ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല. ചിലവരെല്ലാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഉറ്റവർ തന്നെ പറയും, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നിനക്ക് വൃത്തിയില്ല, മെനയില്ല എന്നൊക്കെ പറയും. നല്ല ഡ്രസ്സില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഡ്രസ്സില്ലാഞ്ഞിട്ടല്ല, നല്ല ഒരുങ്ങി നടക്കാനും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ മേക്കപ്പ് ഇട്ട് അടുക്കളയിൽ നിൽക്കാൻ ഞാൻ സീരിയലിലല്ലല്ലോ അഭിനയിക്കുന്നത്, എൻ്റെ വീട്ടിലല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് നടന്നുകൂടെ എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്നെ കാണാൻ ഭംഗിയില്ല, അതെന്താ കോലം കെട്ടിയ വേഷം എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അത് എനിക്ക് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രമാത്രം എന്നെ തരം താഴ്ത്തിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ ഒരിക്കലും തളരില്ല. എനിക്കും ജീവിക്കണം. എന്നെ വിശ്വസിച്ച് 2 മക്കളുണ്ട്. അവരെ പോറ്റണം, അവരെ നല്ല രീതിക്ക് പഠിപ്പിച്ച് അവർക്ക് എന്നെക്കൊണ്ടാകുന്ന പോലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. പിന്നെ എപ്പോഴും ഞാൻ അലട്ടുന്ന പോലെ തന്നെ ഒരു പ്രശ്നമാണ്, എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, നിന്നെ കാണാൻ കൊള്ളുകയില്ല, കുരങ്ങിനെ പോലെയാണ് ഉള്ളത് എന്നൊക്കെ. അതിങ്ങനെ പറയും. കുറേ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലല്ലേ നിങ്ങൾ തന്നെ ഓർക്കുക, നിൻ്റെ വില മനസ്സിലാക്കാൻ നിനക്കല്ലാണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് പറയാം. ഇതെൻ്റെ മോന് കുളിച്ച് പുറപ്പെട്ടപ്പോൾ ഞാൻ മാറ്റി ഒരുക്കി കൊടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കുറച്ച് മീനിട്ട പുള പുഴുങ്ങാമെന്ന് പറഞ്ഞപ്പം കപ്പ പുഴുങ്ങാൻ വെച്ചാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ മത്തിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മീനിട്ട പുള കുത്തി ഇളക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാനങ്ങ് മോൻ കരഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് എന്തെന്നാ സീഡില്ലേ, അത് വെള്ളം ഏട്ടനാണ്, അത് കുടിക്കാൻ രാവിലെ കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് മൂക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടിയിരുന്നു, കാച്ചിയ വെളിച്ചെണ്ണ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. കറ്റാർ വാഴ, ആടലോടകം, കഞ്ഞെണ്ണ, പിന്നെ ഭൃംഗരാജ്, അങ്ങനത്തെയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ. പിന്നെ ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഈ മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ അതിലേട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. ഇളക്കി കൊടുക്കണേ, അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഈ തിള വരുമ്പോൾ എൻ്റെ മക്കളെ ഒരു മണം വരാനുണ്ട്. എന്ത് മണം, നമുക്കെടുത്ത് കുടിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല മണമാണ് കേട്ടോ. അപ്പം കറുത്ത് വന്നിട്ടുണ്ട്. ഇതിലും ഡാർക്ക് കളറാവും കേട്ടോ. ഭൃംഗരാജൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് ഇങ്ങനെ ആയത്. അത് അധികം ഉണ്ടെങ്കിൽ നല്ല നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന എണ്ണ പോലെ ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇപ്പം ഇതിൽ ഞാൻ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. എണ്ണ എനിക്ക് തേക്കാൻ പറ്റത്തില്ല, എനിക്ക് സുഖമല്ലാണ്ട് വരും. മോക്കെ ഞാൻ തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എൻ്റെ മോന്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, എൻ്റെ മോൻ കണ്ട് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് 2 എണ്ണ കാച്ചാ അമ്മയെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വിചാരം അവനാ എണ്ണ കാച്ചുന്നതെന്നാ. എനിക്കല്ലേ അറിയൂ ഞാനാ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വേണ്ടിയിട്ടാണ് തീ കൊടുത്തത്, ഇല്ലെങ്കിൽ ഇത്ര തീൻ്റെ ആവശ്യമില്ല, ചെറിയ തീ മതി. ഇതെനിക്ക് പെട്ടെന്ന് പോകേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം.